ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയമുള്ളവരെ, നമ്മൾ കഴിഞ്ഞ ആഴ്ചയില് പരിശുദ്ധാത്മാവിനെ കുറിച്ച് മനസ്സിലാക്കുകയും പഠിക്കുകയും ചെയ്തു. പരിശുദ്ധാത്മാവ് എപ്രകാരമാണ് നമ്മുടെ ജീവിതത്തിൽ വന്നു നിറയുന്നതെന്നൊക്കെ നമ്മൾ മനസ്സിലാക്കി. നമ്മുടെ സബ് ഗ്രൂപ്പ് കൂട്ടായ്മയില് പരിശുദ്ധാത്മാഭിഷേക പ്രാർത്ഥന നടത്തി പരിശുദ്ധാത്മാവ് കൊണ്ട് നിറഞ്ഞവരാണ് നമ്മൾ ഓരോരുത്തരും. ഇങ്ങനെ പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയുന്ന ഓരോ വ്യക്തി ദൈവം ഒരു കൂട്ടായ്മയിലേക്ക് നയിക്കുകയാണ്. പരിശുദ്ധാത്മാവ് നമ്മളെ നയിക്കുന്ന കൂട്ടായ്മയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. ആ കൂട്ടായ്മയിൽ നമുക്ക് ഓരോരുത്തർക്കും ദൈവസ്നേഹം അറിയാനും അത് മറ്റുള്ളവരുമായിട്ട് പങ്കുവെച്ച് ജീവിക്കുവാനും സാധിക്കും. അങ്ങനെയെങ്കിൽ ആ കൂട്ടായ്മ ഏതായിരിക്കും? ആ കൂട്ടായ്മയെ കുറിച്ച് മനസ്സിലാക്കുന്നതിന് മുമ്പ് നമ്മൾ വിശുദ്ധ ഗ്രന്ഥത്തിന്റെ വെളിച്ചത്തിലെ കൂട്ടായ്മകളെ കുറിച്ച് ചിന്തിക്കാം. നമുക്ക് ആദ്യമേ കണ്ടെത്താൻ സാധിക്കുന്നു, നമ്മുടെ ദൈവം തന്നെ ഒരു കൂട്ടായ്മയാണ്. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിത്വൈക ദൈവം ഒരു കൂട്ടായ്മ. നമുക്കൊരു ദൈവമേ ഉള്ളൂ, ദൈവത്തിൽ മൂന്നാളുകള്. ആ മൂന്നാളുകൾ എങ്ങനെയാണ് ഒന്നായിത്തീരുന്നത്? അവര് പരസ്പരമുള്ള സ്നേഹത്തിലാണ്. പിതാവായ ദൈവം പുത്രനെയും പരിശുദ്ധാത്മാവിനെയും ഒരേപോലെ സ്നേഹിക്കുന്നു, അതും പൂർണ്ണമായിട്ട് സ്നേഹിക്കുന്നു. അതുപോലെ പുത്രനായ ദൈവം പിതാവിനെയും പരിശുദ്ധാത്മാവിനെയും പിതാവ് അതുപോലെയാണ് തന്നെ സ്നേഹിച്ചിരിക്കുന്നത്, അതേപോലെ സ്നേഹിക്കുന്നു. അതുപോലെ തന്നെ പരിശുദ്ധാത്മാവും പിതാവിനെയും പുത്രനെയും പൂർണ്ണമായി സ്നേഹിക്കുകയാണ്. ഈ സ്നേഹം ഈ പൂർണ്ണതയിലാകുമ്പോൾ അവർ ഒന്നായിത്തീരുന്നു. അവർക്ക് ഒരേ ഒരു തീരുമാനമേ ഉള്ളൂ. പിതാവിന്റെ തീരുമാനം തന്നെയാണ് പുത്രന്റെ തീരുമാനം, പരിശുദ്ധാത്മാവിന്റെ തീരുമാനം തന്നെയാണ് പിതാവിന്റെയും പുത്രന്റെയും തീരുമാനം. അപ്പോൾ ആ പൂർണ്ണതയിൽ ആ ദൈവം കൂട്ടായ്മയിലായിരുന്നു കൊണ്ടാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിക്കുന്നത്. നമ്മള് ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 27-ാമത്തെ തിരുവചനത്തിൽ ഇങ്ങനെ കാണുന്നു, അങ്ങനെ ദൈവം തന്റെ ഛായയിൽ മനുഷ്യനെ സൃഷ്ടിച്ചു, ദൈവത്തിന്റെ ഛായയിൽ അവിടുന്ന് അവനെ സൃഷ്ടിച്ചു. പ്രിയമുള്ളവരെ, ദൈവത്തിന്റെ ഛായയിലാണ് നമ്മൾ ഓരോരുത്തരും സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്. അങ്ങനെ വരുമ്പോഴ് നമുക്ക് ഓരോരുത്തർക്കും ഈ ലോകത്തുള്ള എല്ലാ മനുഷ്യരുമായിട്ട് ഒരു കൂട്ടായ്മ ഉള്ളതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഇത് നമ്മൾ ഈ പ്രപഞ്ചത്തിലേക്ക് നോക്കിയാൽ തന്നെ ഒരു പ്രത്യേക വസ്തുത കാണാൻ സാധിക്കും. ഈ പ്രപഞ്ചം കൂട്ടായ്മയുടെ ബന്ധത്തിലാണ് വളരുന്നത് കാണാം. നമ്മളൊരു മാവും തൈ നടുകയാണെന്ന് വിചാരിക്കുക. ആ മാവും തൈ മണ്ണിലേക്ക് നമ്മൾ കുഴിച്ചു വെക്കുമ്പോഴേ അതിന് മണ്ണുമായിട്ടൊരു ബന്ധം വരുന്നു. നമ്മൾ വെള്ളം ഒഴിക്കുന്നു, അപ്പൊ അതിന് വെള്ളവുമായിട്ടൊരു ബന്ധം വരുന്നു. മണ്ണിൽ നിന്നും അത് വളം വലിച്ചെടുക്കുന്നു, വളവുമായിട്ടൊരു ബന്ധം. ഇനി അന്തരീക്ഷത്തിൽ നിന്ന് അതിന് വളരണമെങ്കിൽ സൂര്യപ്രകാശമാണ്, അപ്പോൾ സൂര്യപ്രകാശവുമായിട്ട് അതിനോട് ബന്ധം. അന്തരീക്ഷത്തിൽ നിന്നും ഓക്സിജൻ വലിച്ചെടുത്താൽ മാത്രമേ അതിന് ഭക്ഷണം പാകം ചെയ്ത് വളരാൻ സാധിക്കുള്ളൂ. ഇനി ഇതിന്റെ ഈ വളർച്ച ഓരോ ഘട്ടത്തിലും വളർന്ന് ഒരു വൃക്ഷമായി കഴിയുമ്പോൾ ആ വൃക്ഷത്തിന്റെ ശിഖരങ്ങളിൽ പക്ഷികൾക്ക് കൂടുകൂട്ടാം, അവിടെ ചേക്കേറാം. ആ പക്ഷികളുമായിട്ടൊരു കൂട്ടായ്മ. അതിന്റെ തണലിൽ മൃഗങ്ങൾക്ക് വിശ്രമിക്കാം, മൃഗങ്ങളുമായിട്ടൊരു കൂട്ടായ്മ. ഇനി അത് പുഷ്പിക്കുമ്പോഴോ തേനീച്ചകൾക്ക് അതിൽ വന്ന് തേനുണ്ണാൻ സാധിക്കും, തേനീച്ചകളുമായിട്ടൊരു കൂട്ടായ്മ. ഇനി അത് ഫലം പുറപ്പെടുവിക്കുമ്പോഴോ മനുഷ്യര് ഭക്ഷിക്കുന്നത് പോലെ തന്നെ പക്ഷികൾക്കും ജീവജാലങ്ങൾക്കൊക്കെ ഭക്ഷിക്കാൻ ഒരു അവസരം കാണുന്നു. ഇത് നമുക്കൊന്ന് ഓർത്ത് ചിന്തിച്ചു നോക്കിയേ, വെള്ളവുമായിട്ട് അതിനൊരു കൂട്ടായ്മയില്ല എങ്കിൽ എന്ത് സംഭവിക്കും? അതിന് വളർച്ച മുരടിച്ചു പോകും. അപ്പൊ ഇങ്ങനെ പരസ്പരം ബന്ധത്തിലാണ് ഈ പ്രപഞ്ചം തന്നെ വളരുന്നത്. അപ്പോൾ എല്ലാ മനുഷ്യരും ഇതുപോലെ ഒരു കൂട്ടായ്മയിൽ ആണെന്നാണ് നാം തിരിച്ചറിയേണ്ടത്. ഇനി നമ്മൾ വളരെ മനോഹരമായ ഒരു ദൈവവചനം പരിചയപ്പെടാൻ പോവുക. ഈ ദൈവവചനം നമ്മൾ കാണുന്നത് സഭാപ്രസംഗന്റെ പുസ്തകത്തിലാണ്, 4-ാം അധ്യായം 9 മുതൽ 12 വരെയുള്ള തിരുവചനങ്ങൾ. അവിടെ നമ്മൾ ഇപ്രകാരമാണ് വായിക്കുന്നത്: 2 പേർ ഒരാളെക്കാൾ മെച്ചമാണ്, കാരണം അവർക്ക് ഒരുമിച്ച് കൂടുതലായി ഫലപ്രദമായി അധ്വാനിക്കാൻ കഴിയും. അവരിൽ ഒരുവൻ വീണാൽ അവരിന് താങ്ങാൻ കഴിയും, ഒറ്റയ്ക്കായിരിക്കുന്നവൻ വീണാൽ താങ്ങാൻ ആരുമില്ല, അവന്റെ കാര്യം കഷ്ടമാണ്. 2 പേർ ഒരുമിച്ച് കിടന്നാൽ അവർക്ക് ചൂട് കിട്ടും, തനിച്ചായാൽ എങ്ങനെ ചൂട് കിട്ടും? ഒറ്റയ്ക്കായിരിക്കുന്നവനെ കീഴ്പ്പെടുത്താൻ സാധിച്ചേക്കാം, 2 പേരാണെങ്കിൽ ചെറുക്കാൻ കഴിയും, ഉപ്പിരി ചരട് വേഗം പൊട്ടുകയില്ല.
വളരെ മനോഹരമായ തിരുവചനം കൂട്ടായ്മയെ സൂചിപ്പിക്കുന്നത്. നമ്മുടെ ചിലരെങ്കിലൊക്കെ ചില ജോലികളൊക്കെ ചെയ്തുകൊണ്ട് മടുത്തു പോയിട്ട് ആരെങ്കിലും ഒരാൾ കൂടെ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ എത്ര നല്ലതായിരുന്നു എന്ന് ചിന്തിച്ചിട്ടില്ലേ? കൂട്ടായ്മയുടെ ആവശ്യത്തെക്കുറിച്ചാണ് ആ കാര്യങ്ങൾ നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. ഇനി നമുക്കറിയാം, നമ്മൾ ഒറ്റയ്ക്കായിരിക്കുവാണെങ്കിൽ നമ്മളെ മറ്റുള്ളവർക്ക് കീഴ്പ്പെടുത്താൻ എളുപ്പമാണ്. എന്നാൽ വേറൊരാൾ കൂടെ ഉണ്ടെങ്കിലോ അതിനെ ചെറുത് തോൽപ്പിക്കാൻ സാധിക്കും. ഒരു ചരടാണെങ്കിൽ അതിനെ വേഗം വലിച്ച് പൊട്ടിക്കാൻ സാധിക്കും. എന്നാൽ മുപ്പിരി ചരടായാലോ അതിനെ പൊട്ടിക്കുക സാധ്യമല്ല. ഐക്യമത്യം മഹാബലം എന്നൊക്കെ നമ്മൾ സ്കൂളിൽ പഠിച്ച കാര്യമൊക്കെ നമുക്ക് ഓർപ്പിക്കാം. ദൈവം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നു കൂട്ടായ്മയുടെ ആവശ്യകതയെ പറയും. ഇനി നമുക്ക് പുതിയ നിയമത്തിലേക്ക് ഒന്ന് കടന്നു ചെല്ലാം. പുതിയ നിയമത്തിലേക്ക് വരുമ്പോഴേ നമ്മൾ ആദ്യമേ കണ്ടെത്തുക തിരുക്കുടുംബത്തിന്റെ കൂട്ടായ്മയാണ്. തിരുക്കുടുംബത്തിന്റെ കൂട്ടായ്മയിൽ നമ്മൾ കാണുന്നു വിശുദ്ധ യേശുവിന്റെ പിതാവും പരിശുദ്ധ അമ്മയും ഉണ്ണീശോയും പരസ്പരം സ്നേഹിച്ച് ഒരു കൂട്ടായ്മയിൽ വളരുന്നു. വളരെ മനോഹരമായൊരു കൂട്ടായ്മ. ഇനി നമുക്ക് ഈശോയുടെ കൂട്ടായ്മയെ കുറിച്ചൊന്ന് ചിന്തിച്ചാലോ? ഈശോയുടെ കൂട്ടായ്മയിൽ ഈശോയുടെമായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കൂട്ടായ്മ ഈശോയുടെ ജ്ഞാനസ്നാന വേളയിലാണ് നമ്മൾ കാണുന്നത്. ഈശോ അവിടെയുണ്ട്. പരിശുദ്ധാത്മാവ് പാപിയുടെ രൂപത്തില് ഈശോയുടെ മേലെ ഇറങ്ങി വരുന്നു. സ്വർഗത്തിൽ നിന്ന് സ്വരമുണ്ടാവുകയാണ്, നീ എന്റെ പ്രിയപുത്രൻ, നിന്നിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. ലൂക്കായുടെ സുവിശേഷം 3-ാമത്തെ അധ്യായത്തില് 22-ാമത്തെ തിരുവചനത്തിലാണ് നമ്മൾ കാണുന്നത്. ആ മനുഷ്യരക്ഷ സാധ്യമാകാൻ ഞാൻ തയ്യാറാണെന്ന് യേശു പ്രഖ്യാപിച്ചപ്പോൾ അതിന് അംഗീകാരം നൽകിക്കൊണ്ട് പിതാവായ ദൈവവും പരിശുദ്ധാത്മാവായ ദൈവവും അവിടെ സന്നിഹിതനാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി ഒന്നിച്ചെടുത്ത് തീരുമാനമാണ് മനുഷ്യരക്ഷ എന്നത്. ഇനി നമ്മുടെ ഈശോയുടെ കൂട്ടായ്മയെ കുറിച്ച് ഒന്ന് ചിന്തിച്ചു നോക്കാം. ഈശോയ്ക്ക് നമ്മൾ കാണുന്ന സുവിശേഷങ്ങളിലൂടെ കടന്നു ചെല്ലുമ്പോൾ 72 പേരുടെ കൂട്ടായ്മയുള്ളതായി കാണാൻ സാധിക്കും. ഈശോ തനിക്ക് കടന്നു ചെല്ലാനുള്ള സ്ഥലങ്ങളിലേക്കൊക്കെ മുൻകൂട്ടി അവരെ അയക്കുമ്പോൾ ഈ 2 പേരായിട്ടാണ് അയക്കുന്നത്. അവിടെയും ഒരു കൂട്ടായ്മ കാണുന്നു. ഇനി ഈശോയ്ക്ക് 12 അപ്പസ്തോലന്മാരുടെ ഒരു കൂട്ടായ്മ ഉണ്ടെന്ന് കാണാം. ഈ അപ്പസ്തോലന്മാരിൽ നിന്ന് ഒരു 3 പേരെ വളരെ പ്രത്യേകമായി തെരഞ്ഞെടുക്കുന്ന ഈശോ തന്നെ പല നമ്മള് 2-3 സ്ഥലങ്ങളില് അവരെ കണ്ടുമുട്ടുന്നുണ്ട്. രൂപാന്തരീകരണ മലയെ കാണുന്നു, അതുപോലെ ഗെത്സമേൻ തോട്ടത്തിലും വെച്ച് നമ്മൾ ഇവരെ പരിചയപ്പെടുന്നുണ്ട്. പത്രോസ് ശ്ലീഹ, യോഹന്നാൻ ശ്ലീഹ, സഹോദരനായ യാക്കോബ് ശ്ലീഹ, ഇവര് 3 പേരും ഒരു പ്രത്യേകമായ കൂട്ടായ്മ ഈശോയ്ക്കുണ്ടായിരുന്നു. ആ കൂട്ടായ്മയിൽ അവരെ തെരഞ്ഞെടുക്കാനും പ്രത്യേക കാരണമുണ്ട്. നമ്മൾ വിശുദ്ധ ഗ്രന്ഥത്തിലൂടെയൊക്കെ പഠിക്കുമ്പോൾ, സഭാ പഠനങ്ങളിലൂടെയൊക്കെ കടന്നിരുന്ന വളരെ വ്യക്തമായിട്ട് അത് മനസ്സിലാക്കാൻ സാധിക്കുന്നു. ഇനി നമ്മൾ കാണുന്നു ഈശോയുടെ ഉദ്ധാനശേഷം ഈശോ ഒരു ഭാഗം പ്രത്യക്ഷപ്പെടുന്നത് കൂട്ടായ്മയിലാണെന്ന് കാണാം. ഈശോയുടെ സ്വർഗാരോഹണത്തിന് ശേഷം നമ്മൾ കാണുകയാണ് ശിഷ്യരും പരിശുദ്ധ അമ്മയും ഒന്നിച്ചിരുന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോസ്തല പ്രവർത്തനം 1-ാം അധ്യായം 14-ാമത്തെ തിരുവചനത്തിൽ നമ്മൾ കാണുകയാണ്. അവർ ഏക മനസ്സോടെ യേശുവിന്റെ അമ്മയായ മറിയത്തോടും മറ്റു സ്ത്രീകളോടും അവരുടെ സഹോദരരോടുമൊപ്പം പ്രാർത്ഥനയിൽ മുഴുകിയിരുന്നു. പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നപ്പോഴാണ് കൊടുങ്കാറ്റടിക്കുന്ന ശബ്ദവും പരിശുദ്ധാത്മാവ് തീനാവുകളുടെ രൂപത്തിൽ അവരുടെ ഓരോരുത്തരുടെ മേൽ വന്നു നിറയുന്നതായിട്ട് നാം കാണുന്നു. അങ്ങനെ അപ്പോൾ ഈ കൊടുങ്കാറ്റിന്റെ ശബ്ദം കേട്ടുകൊണ്ട് അന്ന് ജെറുസലേമിൽ പെന്തക്കോസ്താ തിരുനാൾ ആഘോഷിക്കാൻ കടന്നു വന്നിരുന്ന യഹൂദരെല്ലാം അവിടെ ഓടിക്കൂടുക. അവർ ഓടിക്കൂടി കഴിഞ്ഞപ്പോഴ് നമ്മൾ കാണുന്നു പത്രോസ് ശ്ലീഹ മറ്റു 11 പേരോടും എഴുന്നേറ്റ് നിന്ന് സുവിശേഷം പ്രസംഗിക്കുകയാണ്. പത്രോസ് ശ്ലീഹയുടെ ആദ്യത്തെ സുവിശേഷ പ്രദർശനം പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചു കഴിഞ്ഞ ശേഷം അതും ഒരു കൂട്ടായ്മയിലായിരുന്നു. ഇനി പരിശുദ്ധാത്മാ പത്രോസ് ശ്ലീഹ പ്രസംഗിച്ചു കഴിഞ്ഞപ്പോൾ എന്താണ് സംഭവിച്ചതെന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നു. അവിടെ കൂടിയിരുന്നവരെല്ലാം പരിശുദ്ധാത്മാവ് കൊണ്ട് നിറഞ്ഞ് അവര് ഒരു കൂട്ടായ്മയായി മാറുക. ആത്മനിറവിൽ നിന്നും അവര് കൂട്ടായ്മയുടെ അനുഭവത്തിലേക്ക് കടന്നു വരുന്നു. അപ്പോസ്തല പ്രവർത്തനം 2-ാം അധ്യായം 41-ാമത്തെ തിരുവചനം ഇപ്രകാരം നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. അവന്റെ വചനം ശ്രവിച്ചവർ സ്നാനം സ്വീകരിച്ചു. ആ ദിവസം തന്നെ 3000-ഓളം ആളുകൾ അവരോട് ചേർന്നു. അതെ, ആ ദിവസം തന്നെ സഭ ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്യപ്പെടുകയാണ്. അങ്ങനെ ഒരു കൂട്ടായ്മയായി മാറുന്നു, തിരുസഭയാകുന്ന കൂട്ടായ്മ. പ്രിയമുള്ളവരെ, നമ്മൾ ആദ്യം
പഠിച്ചല്ലോ. പരിശുദ്ധാത്മാവ് നയിക്കുന്നത്, പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയുന്ന ഓരോ വ്യക്തിയെ പരിശുദ്ധാത്മാവ് നയിക്കുന്ന കൂട്ടായ്മയാണ് തിരുസഭയാകുന്ന കൂട്ടായ്മ. നമ്മൾ എത്രയോ ഭാഗ്യമുള്ളവരാ. നമ്മളെ ഓരോരുത്തരെയും തിരുസഭയാകുന്ന കൂട്ടായ്മയോട് ചേർത്ത് നിർത്തുകയാണ്. ഇനി നമുക്ക് കാണാം, ഈ കൂട്ടായ്മ കത്തോലിക്ക തിരുസഭ തന്നെയാണെങ്കിലും ഒരു കൂട്ടായ്മയാണെന്ന് കാണാം. 24 വ്യക്തി സഭകൾ ചേർന്നുള്ള ഒരു കൂട്ടായ്മയാണ് കത്തോലിക്ക തിരുസഭ. ഇനി ഈ സഭയിലാണ്, ഈ സഭാ കൂട്ടായ്മയിലുള്ള നമ്മുടെ വളർച്ചയാണ് ദൈവരാജ്യ വളർച്ചയായി മാറുന്നത് എന്ന് നമുക്ക് തിരിച്ചറിയാം. അത് നമ്മൾ കാണുക നമ്മുടെ ആദിമ സഭയിലുള്ള ഉള്ളതിനെ കുറിച്ച് പഠിച്ചുകൊണ്ട് നമുക്കൊന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കാം. നമ്മൾ കാണുന്ന അപ്പോസ്തല പ്രവർത്തനം 2-ാം അധ്യായം 42-ാമത്തെ തിരുത്തിൽ അവർ അപ്പോസ്തലന്മാരുടെ പ്രബോധനം, കൂട്ടായ്മ, അപ്പം മുറിക്കൽ, പ്രാർത്ഥന എന്നിവയിൽ സദാ താല്പര്യപൂർവ്വം പങ്കുചേർന്നു. ഈ കൂട്ടായ്മയിൽ ഉണ്ടായിരുന്നവരൊക്കെ ഒന്നിച്ചു ചേർന്നപ്പോഴ് അവര് ശക്തമായൊരു കൂട്ടായ്മയായി മാറി. അവർ അപ്പോസ്തലന്മാരുടെ പ്രബോധനം, കൂട്ടായ്മ, അപ്പം മുറിക്കൽ, പ്രാർത്ഥന എന്നിവയിൽ വളരെ താല്പര്യത്തോടുകൂടി പങ്കെടുത്തു എന്ന് നമ്മൾ കാണുന്നു. ഇനി കുറച്ചുകൂടി കഴിഞ്ഞ് നമുക്ക് അവരിലൊരു വളർച്ച നമുക്ക് വീണ്ടും കണ്ടുമുട്ടാൻ സാധിക്കുകയാണ്. അപ്പോസ്തല പ്രവർത്തനം 2-ാം അധ്യായം 44-ാമത്തെ തിരുവചനത്തിലേക്ക് കടന്നു വരുമ്പോൾ നമ്മൾ കാണുകയാണ്, വിശ്വസിച്ചവർ എല്ലാവരും ഒറ്റ സമൂഹമായും ആകുകയും തങ്ങൾക്കുണ്ടായിരുന്നതെല്ലാം പൊതുവായി കരുതുകയും ചെയ്തു. തങ്ങൾക്കുണ്ടായിരുന്നതെല്ലാം അവർ പൊതുവായി കരുതുകയും ചെയ്തു എന്നാണ് തിരുവചനം നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. സഭയാണല്ലോ ശരിക്കും സോഷ്യലിസം ആദ്യമേ നടപ്പാക്കിയത്. ഇനി നമ്മൾ അപ്പോസ്തല പ്രവർത്തനം 2-ാം അധ്യായം 46-ാമത്തെ തിരുവചനത്തിലെത്തിക്കുമ്പോൾ നമ്മൾ കാണുകയാണ്, അവർ ഏക മനസ്സോടെ താല്പര്യപൂർവ്വം അനുദിനം ദേവാലയത്തിൽ ഒന്നിച്ചു കൂടുകയും ഭവനം തോറും അപ്പം മുറിക്കുകയും ഹൃദയലാളിത്യത്തോടും ആഹ്ലാദത്തോടും കൂടെ ഭക്ഷണത്തിൽ പങ്കുചേരുകയും ചെയ്തുവെന്ന്. പ്രിയമുള്ളവരെ, അവർക്ക് ഒരു മനസ്സായിരുന്നു. പിന്നെ അവരെന്ത് ചെയ്തു? അനുദിനം ദേവാലയത്തിൽ ഒന്നിച്ചുകൂടി. ഏത് ദേവാലയം? അവിടെ എനിക്കറിയാം, ജെറുസലേം ദേവാലയത്തിലാണ്. ജെറുസലേം ദേവാലയത്തിൽ അവർ ഒന്നിച്ചുകൂടി പ്രാർത്ഥിക്കുന്നു. പിന്നീട് അവരെ ഇന്നത്തെ നമ്മുടെ വിശുദ്ധ കുർബാനയുടെ ആദിരൂപമായ അപ്പം മുറിക്കൽ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നു. അത് ഭവനം തോറുമായിരുന്നു. കാരണം അന്ന് ഭവനങ്ങളിലെ അത് സാധ്യമാകുമായിരുന്നു. എങ്ങനെയായിരുന്നു അവർ അതിൽ പങ്കെടുത്തത്? ഹൃദയലാളിത്യത്തോടും ആഹ്ലാദത്തോടും കൂടിയായിരുന്നു ഭക്ഷണത്തിൽ പങ്കുചേർന്നത്. പ്രിയപ്പെട്ടവരെ, ഇന്ന് വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുമ്പോൾ നമുക്ക് ഈ ഹൃദയലാളിത്യവും ആഹ്ലാദവും ഒക്കെ ഉണ്ടോ എന്നും വളരെ സന്തോഷത്തോടെ നമുക്ക് അതിൽ പങ്കെടുക്കാൻ പറ്റുന്നുണ്ടോ എന്ന് കൂടി ഒന്ന് ചിന്തിക്കുന്നത് നല്ലതായിരിക്കും. നമ്മള് ഈ കൂട്ടായ്മയിൽ എന്താണ് സംഭവിക്കുക, അതിനെക്കുറിച്ച് ചിന്തിക്കുക. കൂട്ടായ്മയിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് നമ്മൾ നേരത്തെ കണ്ട പോലെ ബന്ധങ്ങളിൽ വളരാൻ സാധിക്കുന്ന ബന്ധങ്ങളിലുള്ള വളർച്ച കൂട്ടായ്മയിലാണ് സാധിക്കുക. എങ്ങനെയുള്ള ബന്ധങ്ങൾ? നമുക്കറിയാം, 4 തരത്തിലുള്ള ബന്ധങ്ങൾ നമ്മൾ നേരത്തെ മനസ്സിലാക്കുക. ദൈവത്തോടുള്ള ബന്ധം, തന്നോട് തന്നെയുള്ള ബന്ധം, മറ്റു മനുഷ്യരോടുള്ള ബന്ധം, പ്രകൃതിയോടുള്ള ബന്ധം. ഇതെല്ലാം കൂട്ടായ്മയിലാണ് സാധിക്കുക. കൂട്ടായ്മയിലായിരിക്കുമ്പോഴാണ് ഈ ബന്ധങ്ങളിലെല്ലാം വളരുന്നത്. എങ്ങനെ? ഏക മനസ്സായി സ്നേഹത്തിൽ വളർന്നുകൊണ്ട് പങ്കുവയ്ക്കലിൽ ശക്തരായി ഒരു ആത്മസമർപ്പണത്തിലേക്ക് വന്നുകൊണ്ട് നമ്മൾ കൂട്ടായ്മയിൽ വളരുകയാണ്. ഇനി പരസ്പരമുള്ള വളർച്ച കൂട്ടായ്മയിലാണ് നടക്കുന്നത്. നമുക്കറിയാം, നമ്മുടെ സഭാമാതാവ് നമ്മുടെ വളർച്ചയ്ക്ക് വേണ്ടി എന്തെല്ലാം ക്രമീകരണങ്ങൾ സഭയിൽ ചേർത്ത് ഉണ്ടാക്കിയിട്ടുണ്ട്. എത്രമാത്രം സംഘടനകളാണ് ഉണ്ടാക്കുന്നത്. അത് വിവിധ പ്രായപരിധിയിലുള്ളത്. കുട്ടികൾക്ക് മിഷനിലെയും കൊച്ചുകുട്ടികൾക്ക് തിരുവാതിര സഖ്യവും CLC-യും വളർന്നൊരു യുവജനങ്ങൾക്കായി KCYയും ജീസസ് യൂത്തും, മുതിർന്നവർക്ക്, പ്രായമായവർക്ക് എല്ലാവർക്കും ഓരോ കത്തോലിക്ക കോൺഗ്രസ് ഉണ്ട്, മാതൃസംഘമുണ്ട്, പിതൃവേദിയുണ്ട്. എല്ലാം പങ്കെടുത്തുകൊണ്ട് വളർച്ചയിൽ വളരുവാൻ നമുക്കൊരു അവസരം ലഭിക്കുകയാണ്. ഈ കൂട്ടായ്മയുടെയൊക്കെ ഭാഗമാകുമ്പോൾ നമുക്ക് സാധിക്കുന്നു, ഈ കൂട്ടായ്മകളിലാണ് തിരുത്തലുകൾ സാധ്യമാവുക. ഓക്കെ, നല്ലൊരു പ്രാർത്ഥനാ കൂട്ടായ്മയിൽ വരുന്നവരാണെങ്കിൽ, കൂട്ടായ്മ സഭയുടെ ഭാഗം തന്നെയാണല്ലോ. സഭ നമുക്ക് ക്രമീകരിച്ചു തരുന്ന പ്രാർത്ഥനാ കൂട്ടായ്മയിലാണെങ്കിൽ നമുക്ക് വളരുവാനുള്ള സാഹചര്യമുണ്ട്. എന്തെങ്കിലും തെറ്റുകളൊക്കെ വന്നാൽ തിരിച്ചു തരാൻ ആളുണ്ട്. ഏത് ഭക്തസംഘടനയിലായാലും ഇത് സാധ്യമാകുക.
നോക്കി, സഭ നമുക്ക് അനുവദിച്ചിരുന്ന കൂട്ടായ്മകളല്ലേ ഇത് സാധ്യമാകുള്ളൂ. സഭയ്ക്ക് പുറമേയുള്ള കൂട്ടായ്മകളും സഭയ്ക്കുള്ളിലുള്ള കൂട്ടായ്മകളും തമ്മിൽ എന്തൊക്കെ വ്യത്യാസമുണ്ടെന്ന് ഇപ്പൊ തന്നെ നമുക്കൊന്ന് തിരിച്ചറിയാമല്ലോ. അപ്പോൾ നമ്മളെ വളർത്തുകയും ശക്തിപ്പെടുത്തുകയും ചെയ്യുന്നത് സഭയുടെ കൂട്ടായ്മയാണ്. അതോടൊപ്പം ഈ സഭാ കൂട്ടായ്മകളിൽ പങ്കാളികളാവുമ്പോഴാണ് നമുക്ക് പഠനത്തിലും പ്രാർത്ഥനയിലും വളരാൻ സാധിക്കുക. ഇഷ്ടംപോലെ മേഖലകളിൽ നമുക്ക് പഠിക്കാനുള്ള അവസരം, വിശുദ്ധ ഗ്രന്ഥം പഠിക്കാൻ, തിരുസഭാ ചരിത്രം പഠിക്കുവാന്, സഭാപിതാക്കന്മാരുടെ പ്രബോധനങ്ങൾ മനസ്സിലാക്കാൻ, മാർപ്പാപ്പന്മാരുടെ പ്രബോധനങ്ങൾ മനസ്സിലാക്കാൻ, ഇങ്ങനെ പഠനത്തിനുള്ള അവസരം, അതുപോലെ പ്രാർത്ഥനയിൽ വളരുവാനുള്ള സാഹചര്യം, അവസരവും സഭയാണ് നമുക്ക് ഒരുക്കി തരുന്നത്. സഭാമാതാവിനോട് ചേർന്നുകൊണ്ട് നമുക്ക് ഈ കൂട്ടായ്മകളെല്ലാം സജീവമായി പങ്കെടുക്കാൻ വേണ്ടി പരിശ്രമിക്കാം. ഒപ്പം നമ്മൾ കാണുകയാണ് ക്രിസ്തു ശിഷ്യന്റെ രൂപീകരണം നടക്കുന്നത് കൂട്ടായ്മയിലാണ്. ക്രിസ്തു ശിഷ്യരുടെ രൂപീകരണം നടക്കുന്നത് കൂട്ടായ്മയിലാണ്. എഫേസ്യർ ലേഖനം 4-ാം അധ്യായം 32-ാമത്തെ തിരുവചനം ഇങ്ങനെയാണ് നമ്മളെ ഓർമ്മിക്കുന്നത്. ക്രിസ്തു വഴി നിങ്ങളോട് ക്ഷമിച്ചതുപോലെ നിങ്ങളും പരസ്പരം ക്ഷമിച്ചും കരുണ കാണിച്ചും ഹൃദയാർദ്രതയോടെ പെരുമാറുവിൻ. പ്രിയമുള്ളവരെ, സഭാ കൂട്ടായ്മയിലല്ലേ ഇത് നടക്കുകയുള്ളൂ. പരസ്പരം ക്ഷമിക്കുവാനും മറ്റുള്ളവരോട് കരുണ കാണിക്കാനും ഹൃദയാർദ്രതയോടുകൂടി പെരുമാറുവാനൊക്കെ സാധിക്കുന്നത് സഭയ്ക്കുള്ളിലുള്ള കൂട്ടായ്മകളല്ലേ. സഭയ്ക്ക് പുറമെയുള്ള കൂട്ടായ്മകളിൽ സാധ്യമാകുന്നുണ്ടോ? അപ്പൊ സഭാ കൂട്ടായ്മ ക്രിസ്തു ശിഷ്യരെ രൂപീകരിക്കുകയാണ്. ഇനി നമ്മള് 1 കൊറിന്ത്യസ് 14-ാം അധ്യായം 26-ാമത്തെ തിരുവചനത്തിൽ കടന്നു ചെല്ലുമ്പോൾ ആ തിരുവചനം നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. സഹോദരരെ, ആകയാൽ എന്ത് വേണം? നിങ്ങൾ സമ്മേളിക്കുമ്പോൾ ഓരോരുത്തർക്കും ഒരു സങ്കീർത്തനമോ സാരോപദേശമോ വെളിപാടോ ഭാഷയോ വ്യാഖ്യാനമോ ഉണ്ടായിരിക്കട്ടെ. ഇവയെല്ലാം ആത്മീയോത്കൃഷ്ടത്തിനായി ഉപയോഗപ്പെടുത്തുകയും ചെയ്യട്ടെ. അതെ, വരദാനങ്ങളിൽ വളരുവാൻ വേണ്ടി സഭാമാതാവാണ് നമ്മളെ സഹായിക്കുന്നത്. ഇത് എങ്ങനെ വരദാന ഫലങ്ങളിലെല്ലാം വളർന്നുകൊണ്ട് ക്രിസ്തു ശിഷ്യരായി നമുക്ക് രൂപാന്തരപ്പെടാൻ സാധിക്കുന്നു. ഇനി നമ്മള് സഭയിലേക്കൊന്ന് ചിന്തിക്കുമ്പോൾ നമുക്കറിയാം, ഒറ്റയ്ക്കൊരു മനുഷ്യനും വളരാൻ സാധിക്കില്ല. കൂട്ടായ്മയില് വളരാൻ സാധിക്കുള്ളൂ. ഒറ്റയ്ക്ക് ഒരാൾക്കും വളരാൻ സാധിക്കില്ല. എന്നാൽ കൂട്ടായ്മയിലെ വളരും. നമുക്കറിയാം, നേരത്തെ നമ്മൾ പറഞ്ഞ കാര്യം ഓർക്കുക, ആ ചെടിക്ക് വെള്ളവുമായിട്ടൊരു കൂട്ടായ്മയില്ലെങ്കിൽ ആ ചെടി കരിഞ്ഞു പോകും. ഇതുപോലെ സഭയിലുള്ള ഓരോരുത്തരും ഈ കൂട്ടായ്മയുടെ ഭാഗമായി ചേർന്ന് നിൽക്കുമ്പോഴേ അവർക്ക് നിലനിൽപ്പുള്ളൂ. ഇന്ന് സിറോ മലബാർ ബാനിയില് വായിച്ച ലേഖന ഭാഗം ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ കാണാൻ സാധിക്കും. ഇന്ന് വായിച്ച ദൈവവചന ഭാഗം ഇതായിരുന്നു. 1 കൊറിന്ത്യസ് 12-ാം അധ്യായം 12 മുതൽ 27 വരെയുള്ള തിരുവചനം. ഇത് വളരെ മനോഹരമായ തിരുവചനമാണ്. നമ്മുടെയൊക്കെ സഭയിലുള്ള ഉത്തരവാദിത്തത്തേക്ക് ഓർമ്മിപ്പിക്കുകയാണ്. ഒരു ശരീരവും അതിന്റെ പല അവയവങ്ങളെ പോലെ നമ്മളെ പൗരസ്ത്യപ്രസ്തവത്തിൽ ഓർമ്മിക്കുക. നമുക്കറിയാം, നമ്മുടെ ശരീരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട അവയവം ഏതാ? ഒരു നിമിഷം ഒന്ന് ചിന്തിച്ചു നോക്കിയേ. അങ്ങനെ നമുക്ക് പ്രത്യേകം പറയാൻ പറ്റുമോ? എല്ലാ അവയവവും പ്രധാനപ്പെട്ട. ഏതെങ്കിലും ഒരു അവയവം ഇല്ലെങ്കിൽ ശരീരത്തിന്റെ പ്രവർത്തനം വേണ്ടത് നടക്കുകയില്ല. ഇനി നമുക്ക് ഒന്ന് ശ്രദ്ധിച്ചു നോക്കാം. കൈ ഇപ്പൊ പറയാ, ഞാൻ കാലല്ലാത്തതുകൊണ്ട് ഞാൻ ശരീരത്തിന്റെ ഭാഗമല്ല. അങ്ങനെ പറഞ്ഞാല് അത് ശരീരത്തിന്റെ ഭാഗമല്ലാതെ ആവോ? കണ്ണു പറയാണ്, ഞാൻ ചെവിയല്ല, അതുകൊണ്ട് ഞാൻ ശരീരത്തിന്റെ ഭാഗമല്ല. സംഭവിക്കില്ല. ഇനി ശരീരം മുഴുവൻ ഒരു ചെവിയായിട്ട് സ്ഥിതി എന്താവും? ശരീരം മുഴുവൻ ഒരു തലയായിരുന്നെങ്കിൽ എന്താവും? അല്ലെ ശരീരം മുഴുവൻ ഒരു കാലായത്തിലെ അവസ്ഥ എന്തായിരിക്കും? അപ്പം ശരീരത്തിലെ ഓരോ അവയവവും കൃത്യമായി ദൈവം ക്രമീകരിച്ച് വെച്ചിരിക്കുക. ഇനി വേറൊരു കാര്യം അറിയാം, നമുക്ക് നമ്മുടെ ശരീരത്തിലെ ഏതെങ്കിലും ഒരു അവയവത്തിന് എന്തെങ്കിലും വേദന അനുഭവപ്പെട്ടാല് അത് ഒറ്റയ്ക്കാണ് അനുഭവിക്കുന്നത്. ശരീരം മൊത്തമായിട്ട് അനുഭവപ്പെടുക. നമുക്ക് കൈയാണെങ്കിൽ അവിടെ ചെന്ന് തൂത്തു കൊടുക്കാൻ വേണ്ടി തയ്യാറാവും, മരുന്ന് വെച്ച് കൊടുക്കാൻ വേണ്ടി. കാരണം അത് സൂക്ഷ്മതയോടുകൂടി നോക്കുന്നു. പരസ്പരം കൂട്ടായ്മയിൽ വളരുന്നു ശരീരം. അപ്പൊ ഏതെങ്കിലും ഒരു അവയവത്തിന് വേദന ഉണ്ടാകുന്നെങ്കിൽ അത് ശരീരം മുഴുവൻ വ്യാപിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഈ ശരീരത്തിലെ ഓരോ അവയവം പോലെയാണ് സഭ കൂട്ടായ്മ എന്ന് നമ്മൾ ഓർക്കുക. സഭയിലെ ഓരോരുത്തരും വളരെ പ്രധാനപ്പെട്ടവരാണ്. ശരീരത്തിലെ ഓരോ അവയവവും വളരെ പ്രധാനപ്പെട്ടതായിരിക്കുന്ന പോലെ
സഭാ കൂട്ടായ്മയിലെ ഓരോരുത്തരും വളരെ പ്രധാനപ്പെട്ടവരാണ്. നമുക്കറിയാം, മാർപ്പാപ്പായെ പോലെ തുല്യ സ്ഥാനമാണ് സഭയിൽ നമുക്കുള്ളതും. വൈദികരെ പോലും സിസ്റ്റേഴ്സിനെ പോലും ഒക്കെ തുല്യ പ്രാധാന്യമുള്ളവരാണ് നമ്മൾ ഓരോരുത്തരും. നമ്മുടെ പ്രാധാന്യം നമ്മൾ തിരിച്ചറിയണം. നമ്മുടെ പ്രാധാന്യം തിരിച്ചറിയുമ്പോൾ മാത്രമേ സഭാ കൂട്ടായ്മയുടെ ഭാഗമായി നമ്മൾ വളരുള്ളൂ. അപ്പൊ നമുക്കിപ്പം മനസ്സിലാക്കാൻ കഴിയണമല്ലോ, സഭയ്ക്ക് എവിടെയെങ്കിലും ഒക്കെ പാളിച്ചകൾ സംഭവിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ കാരണം എന്താ? നമ്മൾ ഓരോരുത്തരുമാണ്. നമ്മൾ വേണ്ട വിധത്തില് സഭാമാതാവിനോട് ചേർന്ന് പ്രവർത്തിക്കാത്തതുകൊണ്ടാണ്. ഇവിടെ ഒന്ന് ചിന്തിക്കുകയാണ്, നമുക്ക് സോഷ്യൽ മീഡിയയിലൂടെ ഒക്കെ കടന്നു ചെല്ലുമ്പോൾ ആരാ കൂടുതൽ സഭയെ വിമർശിക്കുന്നവര്? സഭാമക്കൾ തന്നെയല്ലേ. ഈ തിരിച്ചറിവില്ലാഞ്ഞിട്ടല്ലേ അവരതിനോട് എന്താ പറയും? ഞാൻ സഭയുടെ ഭാഗമല്ലെന്നാ പറയും. അവർ സഭയുടെ ഭാഗമായതെന്ന് ചിന്തിക്കുമ്പോൾ ഇതൊന്നും ഉണ്ടാകില്ല. സഭയുടെ വളർച്ചയ്ക്ക് വേണ്ടി അവർ സജീവമായി പരിശ്രമിക്കും. ഏതായാലും എത്രയായാലും കുറവുള്ളവർ മനുഷ്യരാണ്. അതുകൊണ്ട് സഭയ്ക്ക് കുറവുകൾ ഉണ്ടാകുന്നത്. സഭ ഓരോ നിമിഷം വിശദീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കുക തന്റെ നാഥന്റെ തിരിച്ചറിവ് വ്യക്തങ്ങളാല് നമുക്ക് ഈ തിരിച്ചറിവിലേക്ക് വരാൻ സാധിക്കും. ഇനി നമ്മള് യോഹന്നാന്റെ ലേഖനത്തിലേക്ക് കടന്നു വരികയാണെങ്കിൽ 1 യോഹന്നാൻ 1:3, യോഹന്നാൻ ശ്ലീഹായുടെ 1-ാം ലേഖനത്തിലെ 1-ാം അധ്യായം 3-ാമത്തെ തിരുവചനത്തിലൂടെ കടന്നു ചെല്ലുമ്പോൾ യോഹന്നാൻ ശ്ലീഹ പറയാണ്, ഞങ്ങൾ കാണുകയും കേൾക്കുകയും ചെയ്തത് നിങ്ങളെയും ഞങ്ങൾ അറിയിക്കുന്നു. ഞങ്ങളുമായി നിങ്ങൾക്ക് കൂട്ടായ്മ ഉണ്ടാകേണ്ടതിനാണ് ഞങ്ങൾ ഇത് പ്രഘോഷിക്കുന്നത്. ഞങ്ങളുടെ കൂട്ടായ്മയാകട്ടെ പിതാവിനോടും അവിടുത്തെ പുത്രനായ യേശുക്രിസ്തുവിനോടും കൂടിയാണ്. അതേ തിരുസഭയാകുന്ന കൂട്ടായ്മയിൽ നമുക്ക് ദൈവീക ബന്ധത്തിലാകപ്പെടാൻ സാധിക്കുന്നു. അതുപോലെ കൂട്ടായ്മയിൽ വളരാൻ സാധിക്കുന്നു. അനുഭവം പങ്കുവെച്ച് വളരുവാൻ സാധിക്കുന്നു. ആഴമായ ക്രിസ്താനുഭവത്തിൽ വളരണമെങ്കിൽ നമ്മൾ ചില കാര്യങ്ങളൊക്കെ ചെയ്യണം. അതിനെക്കുറിച്ച് നമുക്കൊന്ന് ചിന്തിക്കാം. ഒന്നാമതായിട്ട് നമുക്ക് വേണ്ടത് വ്യക്തിപരമായൊരു പ്രാർത്ഥന. വ്യക്തിപരമായൊരു പ്രാർത്ഥന ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ആഴമായ ക്രിസ്താനുഭവത്തിൽ വളരാൻ സാധിക്കുള്ളൂ. ഈ വ്യക്തിപരമായ പ്രാർത്ഥനയ്ക്ക് നമുക്ക് ഉദാഹരണം നമ്മുടെ കർത്താവ് തന്നെയാണ്. നമ്മൾ കാണുന്നു, കർത്താവ് അതിരാവിലെ ഉണർന്ന് ഒരു ഉയർന്ന പ്രദേശത്തേക്ക് പോയി അവിടെ പിതാവുമായി ഗാഢബന്ധത്തിലായി തീരുകയാണെന്ന് നമ്മൾ കാണുന്നത്. അവിടെ പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ഒന്നായി ചേർന്ന് പ്രാർത്ഥനയുടെ നിമിഷങ്ങളിലാണ്. വ്യക്തിപരമായ പ്രാർത്ഥനയിൽ ഇതാണ് സംഭവിക്കുന്നത്. ദൈവവുമായിട്ടുള്ള ഒരു കൂട്ടായ്മ, ദൈവത്തിന് നമ്മളോട് പറയുന്നത് കേൾക്കാൻ സാധിക്കണം. ഇതെല്ലാം വ്യക്തിപരമായ പ്രാർത്ഥന സാധിക്കുക. രണ്ടാമത്തെ ഘടകമാണ് ദൈവവചന ധ്യാനം. ദൈവവചനം വായിക്കുകയും ധ്യാനിക്കുകയും ചെയ്യണം. സഭാമാതാവ് ദൈവവചനത്തെ ഈശോയുടെ ശരീരം പോലെ ബഹുമാനിക്കുന്നു എന്നാണ്. അപ്പൊ ദൈവവചനത്തിന് വളരെ പ്രാധാന്യമുണ്ട്. ആഴമായ ക്രിസ്താനുഭവത്തിൽ വളരാൻ ആഗ്രഹിക്കുന്നവർ ദൈവവചനത്തിന് വളരെ പ്രാധാന്യം കൊടുത്താലേ സാധിക്കുകയുള്ളൂ. ഈ ഉദ്ദേശം സാധ്യമാക്കാൻ വേണ്ടിയാണ് നമ്മൾ വചന വിസ്മയത്തിന് രൂപം കൊടുത്തിരിക്കുന്നത്. ഇപ്പൊ മനസ്സിലായല്ലോ എന്തിനു വേണ്ടിയായിരുന്നു നമുക്ക് വചന വിസ്മയം നൽകിയിരിക്കുന്നതെന്ന്. ഈ ദൈവവചനത്തിൽ ധ്യാനത്തിൽ ഒരു പരിശീലനത്തിന് വേണ്ടിയിട്ടായിരുന്നു. അടുത്ത് നമ്മൾ കാണുന്നു കൗദാശിക ജീവിതത്തിൽ വളരുക. കൗദാശിക ജീവിതത്തിൽ വരുമ്പോഴാണ് നമുക്ക് ആഴമായ ക്രിസ്താനുഭവത്തിൽ വളരാൻ സാധിക്കുക. കൗദാശിക ജീവിതത്തെക്കുറിച്ച് നമുക്കറിയാം. കൂടെ കൂടെ നമുക്ക് സ്വീകരിക്കാൻ പറ്റുന്ന കുദാശകളാണ് കുമ്പസാരവും വിശുദ്ധ കുർബാനയും. എല്ലാ കുദാശകളും വളരെ പ്രധാനപ്പെട്ടാണ്, ഈശോയിൽ സ്ഥാപിതമാണ്. അവ പരികർമ്മം ചെയ്യുന്ന സഭയിൽ മാത്രമാണ്. അപ്പോൾ അനുദിന വിശുദ്ധ ബലിയിൽ പങ്കെടുത്തുകൊണ്ട് പാപത്തിൽ വീണുപോയി എന്ന് മനസ്സിലാക്കുമ്പോൾ കുമ്പസാരിച്ചുകൊണ്ട് കർത്താവിനോട് ചേർന്ന് നിൽക്കാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ. നമ്മൾ ഈ 3 കാര്യവും ദൈവവുമായിട്ടുള്ള ഒരു ബന്ധവുമായിട്ട് ബന്ധപ്പെടുത്തിയാണ് ചിന്തിച്ചത്. ഇനി നമുക്ക് നമ്മുടെ സഹോദരങ്ങളുമായിട്ടുള്ള ബന്ധത്തെക്കുറിച്ച് ചിന്തിക്കാം. അടുത്തത് നമ്മൾ വേദനിക്കുന്നവരോട് ചേർന്ന് നിൽക്കുക എന്നതാണ്. അതായത് സമൂഹത്തിലെ പാർശ്വവൽക്കരിക്കപ്പെട്ടവരുടെ പക്ഷം ചേരുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അവഗണിക്കപ്പെട്ടവര്, സമൂഹത്താൽ അവഗണിക്കപ്പെട്ടവര് ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോൾ അവിടെ ഓടിയെത്താൻ കഴിയുക. ഇപ്പോൾ നമ്മൾ കാണുന്നുണ്ട് എത്രയോ പേര് സഭ എത്രമാത്രം ശക്തമായ പ്രവർത്തനങ്ങളാണ്. കയ്യില് ഉരുൾപൊട്ടുണ്ടായപ്പോൾ അവിടെ പ്രവർത്തിക്കുന്ന മറ്റുള്ളവരുമുണ്ട്. സഭ വളരെ ശക്തമായിട്ട് അവിടെ പ്രവർത്തിക്കുന്നുണ്ട്. നമ്മുടെ ഒരു ദേവാലയം തുടക്കത്തില് അതിൻ്റെ ആളുകളെ അവിടെയാണ് പരിക്കേറ്റവരെയൊക്കെ എത്തിച്ചുകൊണ്ടിരുന്നത്.
അവിടുന്നായിരുന്നു മറ്റു സ്ഥലങ്ങളിലേക്ക് കൊണ്ടത്. ഇപ്പോഴവിടെ അവിടെ രക്ഷാപ്രവർത്തനം വന്നവരുടെ സങ്കേതമായി മാറ്റിയിരിക്കുക. അവരെല്ലാം വിശ്രമ കേന്ദ്രവും അവരെല്ലാവരും അവിടെയാണ്, ആ പള്ളിയിലാണ്. സഭ ഇതിനുള്ള എല്ലാ അവസരങ്ങളും ഒരുക്കി കൊടുക്കുന്നു. സഭ വേദനിക്കുന്നവരുടെ പക്ഷം ചേർന്ന് നിൽക്കുന്നു. ഇനി പരസ്പരം പങ്കുവയ്ക്കാൻ നമ്മൾ വിളിക്കപ്പെട്ടിരിക്കുന്നു. എന്തൊക്കെയാണ് നമുക്ക് പങ്കുവെക്കാനുള്ളത്? നമുക്കറിയാം, നമ്മുടെ ആരോഗ്യം, നമ്മുടെ കഴിവുകൾ, നമ്മുടെ സിദ്ധി, നമ്മുടെ സമ്പത്ത് ഇതെല്ലാം മറ്റുള്ളവരുമായിട്ട് പങ്കുവെച്ച് കഴിയുമ്പോഴാണ് നമുക്ക് ആഴമായ ഒരു പുസ്തകാനുഭവം ഉണ്ടാകുക. അടുത്തത് ആത്മീയ ശിക്ഷണത്തിൽ വളരുക എന്നതാണ്. ഈ ആത്മീയ ശിക്ഷണത്തിൽ വളരുവാൻ വേണ്ടി നമുക്കൊരു ആധ്യാത്മിക പിതാവ് ഉള്ളത് എപ്പോഴും നല്ലതാണ്. നമുക്ക് അങ്ങനെ ഒരു ആധ്യാത്മിക പിതാവിനെ പെട്ടെന്ന് കണ്ടെത്താൻ പറ്റുന്നില്ലെങ്കിൽ നമ്മുടെ ബഹുമാനപ്പെട്ട വികാരിച്ചനെ തന്നെ നമ്മുടെ ആധ്യാത്മിക പിതാവ് കണക്കാക്കാം. അദ്ദേഹവുമായിട്ട് നല്ലൊരു ബന്ധത്തിലേക്ക് വരാൻ ശ്രമിക്കുക. നമ്മുടെ കാര്യം, നമുക്ക് പറയാനുള്ള കാര്യങ്ങൾ, ആത്മീയമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ അദ്ദേഹത്തോട് പറയുക. സെമിനാരിയിലെ നീണ്ട വർഷത്തെ പഠനങ്ങളിലൂടെ നമുക്ക് ആവശ്യമായ നിർദ്ദേശങ്ങൾ തരാൻ വേണ്ടി കർത്താവ് അദ്ദേഹത്തെ സഹായിക്കും. നമ്മൾ നന്നായിട്ട് പ്രാർത്ഥിച്ചൊരുങ്ങിപ്പോയാൽ പരിശുദ്ധാത്മ കൃത്യമായി വൈദികനിലൂടെ നമുക്ക് ആവശ്യമായ നിർദ്ദേശങ്ങൾ തരും. ഒരു സ്വന്തമായൊരു ആധ്യാത്മിക പിതാവിനെ കണ്ടെത്താൻ സാധിക്കുമെങ്കിൽ അത് വളരെ നല്ലതാണ്. ഇനി അടുത്തത് നമുക്കൊരു എൽഡർ ഉണ്ടാകുന്നത് എപ്പോഴും നല്ലതാണ്. നല്ലൊരു എൽഡറുണ്ട്. എൽഡറെ തിരഞ്ഞെടുക്കുന്ന നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, അദ്ദേഹം സഭയുമായിട്ട് ചേർന്ന് നിൽക്കുന്ന വ്യക്തിയായിരിക്കണം. സഭാ പഠനങ്ങളിലും വരദാന കാര്യങ്ങളിലൊക്കെ നല്ല അറിവുള്ള വ്യക്തിയാണ്. അങ്ങനെ ഒരു വ്യക്തിയെ നമ്മൾ എൽഡറായി തിരഞ്ഞെടുക്കണം. ആ വ്യക്തിക്ക് ഒന്നുകിൽ നമ്മളെക്കാൾ കൂടുതൽ പ്രായമുണ്ടാകാം, അതുപോലെ നമ്മുടെ നമ്മളെ കുറഞ്ഞ പ്രായമുള്ളവരെ നമുക്ക് എൽഡറായി തിരഞ്ഞെടുക്കാൻ സാധിക്കും. ഇദ്ദേഹവും യേശുവുമായുള്ള ബന്ധത്തിൽ നമ്മളെ വളരാൻ സഹായിക്കുന്ന വ്യക്തിയായിരിക്കണം. അങ്ങനെയുള്ളവരെ നമ്മൾ കണ്ടെത്താൻ വേണ്ടി പരിശ്രമിക്കുക. നമ്മൾ സഭയുടെ കൂട്ടായ്മയെ കുറിച്ച് ചിന്തിക്കുമ്പോൾ മാർപ്പാപ്പമാരെല്ലാം നമ്മൾ ഓർമ്മപ്പെടുന്ന കാര്യമാണ്, നമ്മളെല്ലാവരും സഹോദരരാണെന്നും ഭൂമി ഒരു പൊതു ഭവനമാണെന്നും മാർപ്പാപ്പമാർ നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. അതെ, സഭ നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്, നമ്മളെല്ലാവരും സഹോദരരാണ്, ഭൂമി നമ്മുടെ പൊതുഭവനമാണ്. സഭയ്ക്കല്ലാതെ മറ്റാർക്കാണ് ഇത് പറയാൻ സാധിക്കുക? അത് ഉൽപ്പത്തി മുതല് വെളിപാട് വരെ കൂട്ടായ്മയുടെ ആഴവും നന്മയും നമുക്ക് കണ്ടെത്താനാകും. കൂട്ടായ്മയായ ദൈവം നമ്മെ ഓരോ ഇടയനും ഒരു തൊഴുത്തുമാകുന്ന കൂട്ടായ്മ അനുഭവത്തിലേക്ക് എത്തിച്ചേരാൻ ശ്രമിക്കുന്നു. പ്രിയമുള്ളവരെ, നമ്മളൊരു തീർത്ഥാടക സമൂഹമാണ്. സ്വർഗത്തെ ലക്ഷ്യമാക്കിക്കൊണ്ട് തീർത്ഥാടനം ചെയ്യുന്ന, കൂട്ടമായിട്ട് തീർത്ഥാടനം ചെയ്യുന്ന ഒരു സമൂഹമാണ്. അങ്ങനെ നമ്മൾ സ്വർഗത്തിൽ എത്തിച്ചേരുവാൻ വേണ്ടി സഭാമാതാവ് നമ്മളെ സഹായിക്കട്ടെ. അതിനുവേണ്ടി നമുക്ക് പരിശ്രമിക്കാം. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. നമ്മളിരിക്കുന്ന സ്ഥലത്ത് കണ്ണുകളൊക്കെ അടച്ച് കൈയൊക്കെ കൂട്ടിപ്പിടിച്ച് തമ്പാന്റെ മുമ്പിലായിരിക്കാം. ഞങ്ങളുടെ പ്രിയപ്പെട്ട ഈശോയെ, പരിശുദ്ധാത്മാവിലൂടെ അവിടുന്ന് ഞങ്ങളെ ഒരു കൂട്ടായ്മയിലേക്ക് നയിച്ചല്ലോ. സഭയാവുന്ന കൂട്ടായ്മയുടെ ഭാഗമാക്കി ഞങ്ങളെ മാറ്റിയതിനെ ഓർത്ത് ഞങ്ങൾ പ്രത്യേകമായിട്ട് നന്ദി പറയുന്നു. ക്രൈസ്തവ മാതാപിതാക്കളിലൂടെ ഈ ലോകത്തേക്ക് കടന്നു വരുവാനും സഭയോട് ചേർന്ന് പ്രവർത്തിക്കുവാനും ഞങ്ങളെ അനുഗ്രഹിച്ചല്ലോ. സഭയോട് വളരെ ചേർന്നുകൊണ്ട് ഇടവക സമൂഹത്തിന്റെ ഒളിമാവായി തീർന്നുകൊണ്ട് സഭയുടെ പ്രിയപ്പെട്ടവരായി തീർന്നുകൊണ്ട് വളരുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ. പരിശുദ്ധി അമ്മയെ, കന്യാമാതാവേ, അമ്മയുടെ മക്കളായ ഞങ്ങളെ ഓരോരുത്തരെയും സഭയോട് ചേർന്ന് നിന്ന് പ്രവർത്തിച്ചുകൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നവരായി തീരുവാൻ വേണ്ടി പ്രാർത്ഥിക്കണമേ. ആമേൻ.